നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സാറേ, ഞങ്ങളെ രക്ഷിക്കണം സാറേ. ഞങ്ങൾ അകത്തായി പോയി സാറേ. പോലീസ് നിങ്ങളെല്ലാം ചെയ്താടാ? ഇഷ്ടം പോലെ കിട്ടി സാറേ. എനിക്ക് കിട്ടാൻ ബോഡിയിൽ ഒരിടവും ഇല്ല. പുതിയ ACP സാറ് പുലിയാണല്ലോടാ. നമ്മളെ പിള്ളേരെ ശരിക്ക് കടിച്ചു കയറിയിട്ടുണ്ടല്ലോ. സാറേ, ഞങ്ങളോടൊന്ന് ഇറക്കി തരാമോ സാർ? കേസിൽ കുടുങ്ങിപ്പോയാ ഞങ്ങളെ വായു പോകും സാറേ. സാറ് പറഞ്ഞിട്ടല്ലേ ഞങ്ങള് ആ ഹോസ്റ്റലിൽ കയറിയ. അക്കാര്യം ഇവിടെ മിണ്ടരുത്. ഓ എടാ, നീയൊക്കെ അണ്ണന്റെ പേര് പറഞ്ഞാടാ? ഇല്ല, അത് മാത്രം പറഞ്ഞിട്ടില്ല. ഗുഡ് ബോയ്സ്. ആ, ഇവന്മാരുടെ ഇവിടുത്തെ പണി കഴിഞ്ഞില്ലേ? ഇനി ഞാൻ കുറച്ച് പണിയുണ്ട്, കൊണ്ടുപോകാൻ വന്ന. സാർ, അത് ACP പറയാതെ വിടാൻ പറ്റില്ല. ACPയോട് താനങ്ങ് പറഞ്ഞാൽ മതി. എന്റെ പിള്ളേരെ ഞാൻ കൊണ്ടുപോവാ. ആടാ മക്കളെ. അണ്ണ ഭയങ്കര സംഭവം കേട്ടാ. എന്താണ് ഇവിടെ? ആ, ACP സാറേ, പിള്ളേർക്ക് കുറച്ച് പണിയുണ്ട്. പണി മുടക്കാൻ പാടില്ലല്ലോ. ഇവരെ വിടാൻ പറ്റില്ല. എടാ, ഇവര് രാത്രിയിൽ ലേഡീസ് ഹോസ്റ്റലിൽ ഒളിച്ചു കയറിയ പ്രതികളാ. ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഒളിച്ചു കയറുന്ന അത്ര വലിയ കുറ്റമൊന്നുമല്ല സാറേ. അതിനേക്കാളും വലിയ കുറ്റം ചെയ്യുന്ന ഒരു പോലീസിന്റെ കൺമുന്നിൽ വിലസി നടക്കില്ലേ? ആദ്യം എന്റെ അനിയന്റെ കൊലപാതകം നിങ്ങൾ പൊക്ക്. അത് കഴിഞ്ഞിട്ട് മതി ഈ പാവം പിള്ളേരോടുള്ള കുസ്തി. നോക്കി നിൽക്കാതെ ഉമ്മാരെ പിടിച്ച് അകത്തിടണം. അയ്യോ, ഹലോ, മിനിസ്റ്ററുടെ PS ആണ്. താനിപ്പോ 2 കോളേജ് വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തില്ലേ? അവരെ വിട്ടയക്കണം. കേസൊന്നും എടുക്കണ്ട. സാർ അവര് വിമൻസ് ഹോസ്റ്റലിൽ പാതിരാത്രിയിൽ ഒളിച്ചേറിയ പ്രതികളാണ് സാർ. കേസ് എടുക്കാതെ വിടുന്നത് ശരിയല്ല സാർ. മിനിസ്റ്ററുടെ മകന്റെ കൊലയാളിയെ താൻ പിടികൂടിയോ? ഇടോ, വഴിയെ പോകുന്ന പാവങ്ങളുടെ മേൽ കുതിര കയറാതെ താൻ കുറച്ചുകൂടെ സീരിയസ് ആവ്. സാർ, FIR മണ്ണാ കേട്ട. താൻ ഞാൻ പറയുന്നത് കേട്ടാ മതി. ആ പിള്ളേരെ അങ്ങ് വിട്ടേക്ക്. ഇത് മിനിസ്റ്ററുടെ ഓർഡറാ. ശരി സാർ. സാറേ, ഇനി എനിക്ക് എന്റെ പിള്ളേരെ കൊണ്ടുപോകല്ലോ. ഇവിടെ ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ മന്ദാകിനി ഇവിടെ നടന്ന ബഹളമൊന്നും കേട്ടില്ലേ? 3-4 ദിവസമായിട്ട് താമസിച്ചാ കിടന്നത്. ഇന്നലെ ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അല്ല, എന്നിട്ട് അവന്മാരെന്ത് ചെയ്തു? റീന മാഡം പോലീസിനെ അറിയിച്ചു. 2 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ആരാ അവന്മാര്? നമ്മൾ അറിയുന്ന ആൾക്കാര് തന്നെയാ. അതാരാ? ഇവിടുത്തെ പെൺപിള്ളാരുടെ പിറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്യുന്ന 2 പയ്യന്മാരില്ലേ, അവന്മാരാ. അത് ആ ശ്യാമളനും അശോകനല്ലേ? ആ, അവന്മാരാ ഇതിനകത്ത് ഒളിച്ചു കയറിയത്. വീരാ, അവന്മാര് പല വട്ടം ഈ ഹോസ്റ്റലിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടന്നിട്ട് ഒടുവില് പണി പറ്റിച്ചല്ലേ? പണി പറ്റിച്ചെങ്കിലേ അവന്മാർക്ക് പണി കിട്ടുകയും ചെയ്തു. എന്തു പണി? അന്ന് രാത്രിയിലെ കത്തിയുമായി ഇതിനകത്ത് കേറിയത് അവന്മാരാണെന്നാ പറയുന്നേ. ഓ, അപ്പൊ ഇവിടുത്തെ പഴയ ക്യാമറ കട്ടോണ്ട് പോണതും തേങ്ങ എടുത്തോണ്ട് പോണതും അവന്മാരായിരിക്കൂലേ? തേങ്ങ എടുത്തോണ്ട് പോയത് അവന്മാരാണോ? അത് വേറൊരു ഫ്രോഡല്ലേ? എടി കുമ്പുളി, നീ എന്റെ ഐസക്കിനെ ഫ്രോഡെന്ന് വിളിച്ചല്ലേ? തേങ്ങ കട്ടോണ്ട് പോയതിന് എനിക്ക് സംശയമുണ്ട്. ഇതിലിപ്പോ ഇത്ര സംശയിക്കാൻ എന്തായിരിക്കണേ? ഇതും അവന്മാര് തന്നെയാ. അങ്ങനെയായിരിക്കും ആ പേഴ്സ് ഇവിടെ വീണു പോയത്. അല്ല അമ്പിളി, ഇപ്പൊ പുതിയ ക്യാമറയൊക്കെ വെച്ചിരിക്കല്ലേ, എന്നിട്ടും അവന്മാര് മതില് ചാടിയത് മാഡം കണ്ടില്ലേ? പുതിയ ക്യാമറകളും ആരോ കേടാക്കിയിരിക്കുക. അതും കേടായോ? എങ്ങനെ കേടായി? എനിക്കറിയില്ല. ഈ ഹോസ്റ്റലിൽ ക്യാമറ വാഴില്ല. ഞാൻ പോന്നു. ശ്യാമളനെ അശോകനെ പോലീസ് പിടിച്ചോണ്ട് തൽക്കാലം ഐസക്ക് രക്ഷപ്പെട്ടു.
അപ്പോ റോസ്മേരി ഹോസ്റ്റലിനകത്ത് ഒരുത്തനുണ്ട്. ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ് സാർ. അവനാണാണോ പെണ്ണാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആണിനെ പെണ്ണെ കണ്ട തിരിച്ചറിയാത്തതാണോ നീ? ആണാണോ പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ മുഖം കാണാൻ പറ്റണ്ടേ സാർ? അതെ സാർ, ഞങ്ങൾ കണ്ട രൂപത്തിന് മോഹം ഇല്ലായിരുന്നു. മുഖയില്ലെങ്കിൽ അത് ആരാടാ? ഗോസ്റ്റ് ആണോ? ഗോസ്റ്റ് ആണോ? കൺഫ്യൂഷൻ ആയല്ലോ. ആണാണോ പെണ്ണാണോ ഗോസ്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, വേറൊന്നും അറിയണമെന്നില്ല. എന്റെ സമയം മെനക്കെടുത്തിയ നിന്നെയൊക്കെ വെറുതെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തോട്ട് ഞാനങ്ങ് പറഞ്ഞേക്കും പരലോകത്തേക്ക്. അയ്യോ അശോക, അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങള് കല്യാണം പോലും കഴിച്ചു. കല്യാണം നിന്റെ ഓപ്പും. എടാ, ഹോസ്റ്റലിൽ നിങ്ങൾ കണ്ട രൂപം അത് ആരവാണോ അല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി. എടാ ആണാ? ആണോ? ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമല്ലേ? പറടാ. നീ പറ. ഞാനാ? ഓ സാറേ, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഞങ്ങൾ ആ സമയത്ത് പേടിച്ചു. അതാ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത. സാറേ ഒന്നും ചെയ്യരുത്, ഞങ്ങൾ അവിടെ ഒന്നുകൂടെ കയറാം. ഇപ്പൊ നിങ്ങൾ വെക്കോ. ഇനി 5 സുന്ദരികളുടെ കൂടെ ആരെയെങ്കിലും കണ്ടാൽ അതാരാണെന്ന് വ്യക്തമാവാതെ ഞങ്ങളെ വിളിക്കരുത്. മനസ്സിലായോ?